മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രംഗത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ 8 കോടി രൂപ പ്രതാപൻ കൈപ്പറ്റിയെന്ന് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PA ഫിറോസ്. രാവിലെ കോൺഗ്രസും രാത്രിയിൽ BJPയുമായ പ്രതാപൻ തനി തട്ടിപ്പുകാരനാണെന്നും ഫിറോസ് ആരോപിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പ്രതാപനെതിരെ ഫിറോസ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. പ്രതാപൻ BJPയുമായി നടത്തിയ ഇടപെടലാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. വോട്ട് മറിച്ചു നൽകിയതിന് 8 കോടി വാങ്ങി വിതരണം ചെയ്തു. മകന്റെ കാറിലാണ് പണം കൊണ്ടു നടന്നതെന്നും ഫിറോസ് ആരോപിച്ചു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിപ്പിക്കുന്നതിന് വേണ്ടി 8 കോടി രൂപയാണ് നാട്ടികയിലും മണലൂരിലും വിതരണത്തിന് വേണ്ടി സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും BJPയുടെ കയ്യിൽ കൈപ്പറ്റി TM പ്രതാപൻ വിതരണം. ഇത് കൊണ്ടുവന്നത് TM പ്രതാപന്റെ മകന്റെ വാഹനത്തിലാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ആശിക്കുന്നതാണെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കണം. കാലത്ത് കോൺഗ്രസും വൈകുന്നേരം BJPയുമാണ്. മണലൂരിൽ വിജയം ഉറപ്പിക്കാൻ ഈ തിരഞ്ഞെടുപ്പിലും BJPയുമായി പ്രതാപന് ഡീലുണ്ട്. മണലൂരിന് പകരം ഗുരുവായൂർ മണ്ഡലത്തിൽ BJPക്കായി വോട്ട് മറിക്കാനാണ് ധാരണ. TM പ്രതാപൻ ജയിക്കണമെന്ന ആഗ്രഹം ഗോപാലകൃഷ്ണൻ. അതിന് ഗുരുവായൂരില് തിരിച്ച് സഹായം ചെയ്യാതെ പ്രതാപൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഗുരുവായൂരില് റഷീദിനെ തോൽപ്പിച്ച് അവിടെ ഒരു BJPയുടെ MLA ഞാൻ നിനക്ക് തരാമെന്ന് TM പ്രതാപൻ ഉറപ്പുണ്ടായത് ഗോപാലകൃഷ്ണൻ. എന്നാൽ മണലൂരിൽ LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് ജയിക്കുമെന്നും ഫിറോസ് പറഞ്ഞു. പ്രതാപനെ പോലുള്ള ഒരു ഫ്രോഡ് തോൽക്കേണ്ടത് തൃശ്ശൂരിന് ആവശ്യമാണ്. തട്ടിപ്പുകാരൻ രാത്രി BJP നടക്കുന്ന ആൾ കോൺഗ്രസിന് പാടില്ല. പ്രതാപന് നിരവധി ബിനാമി ഇടപാടുകളുണ്ട്. നാട്ടിലും പുറത്തുമായ റിസോർട്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്. പാർട്ടിയെ ചതിച്ച പ്രതാപൻ മണലൂരിൽ തോൽക്കണമെന്ന ആഗ്രഹക്കാരനാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നും പറഞ്ഞ ഫിറോസ് ധൈര്യമുണ്ടെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കാൻ പ്രതാപനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾ കോൺഗ്രസ് വേദികളിൽ പറഞ്ഞാൽ ഒരു നടപടികളും ഉണ്ടായില്ല. അതുകൊണ്ടാണ് CPM ഓഫീസിൽ എത്തിയതെന്നായിരുന്നു ഫിറോസിന്റെ വാദം. TCV തൃശൂർ.